ഗൈസ്, ഇന്ന് നമ്മൾ ഒരു അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബ്ലോക്സിലെ സർവൈവൽ. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഗെയിമിൽ ഞാൻ മരിച്ചാൽ ഗെയിം എൻഡാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം കളിക്കാൻ. സോ സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേണി. അപ്പോൾ ഗൈസ്, സംഭവം നമ്മൾ സർവൈവൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വുഡാണ്. വുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് നമുക്ക് മുന്നിലോട്ടുള്ള പ്രോഗ്രസ്സും കാര്യങ്ങളും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് വേഗം കുറച്ച് വുഡ് എടുക്കാം. എൻ്റെ പൊന്നി, ഇവന്മാർ ഇപ്പോഴേ എൻ്റെ സീരീസ് എൻ്റെ ആകുമല്ലോ ഇങ്ങനെ പോയാൽ. എൻ്റെ പൊന്നി, നമുക്ക് സ്പോണിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സ്പോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ PvP ഒന്നും പറ്റില്ല, ഒരു ബ്ലോക്കും പ്ലേസ് ചെയ്യാനും പറ്റില്ല. ആഹാ, എന്നിട്ട് നമ്മളടിച്ചിട്ട് നമുക്കൊരു സോഡ് തന്നേക്കണം ആളുടെ. എന്തെങ്കിലാവട്ടെ, നമുക്ക് എന്നിട്ട് ഇനി ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മൈൻ ചെയ്യാൻ പോവാം. കുറച്ച് സ്റ്റോണും കാര്യങ്ങളും ആവശ്യമുണ്ട്. ഇതിന് മുമ്പ് ആരിവിടെ വന്ന് മൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ മൈൻ ചെയ്യാം. കുറച്ച് സ്റ്റോണും കാര്യങ്ങളും വേഗം എടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് വേഗം സ്ഥലം കാലിയാക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോണും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് 32 സ്റ്റോണും കാര്യങ്ങളും ഉണ്ടാക്കി. ഇനി നമുക്കൊരു വർക്ക് ബെഞ്ച് ഉണ്ടാക്കാം, അത് ക്രാഫ്റ്റിംഗ് ടേബിൾ. എന്നിട്ട് നമുക്ക് കുറച്ച് വുഡ് എടുക്കണം. കാരണം നമുക്ക് മറ്റേ പ്ലാങ്ക് ഇല്ല. പ്ലാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ടൂൾസും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് വേഗം എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വേഗം ഓടി തള്ളാം. ഇവിടെ നിന്ന് വേഗം തന്നെ ഓടി പോകണം. അല്ലെങ്കിൽ മരം ഞാൻ നേരത്തെ പോലെ അന്ന് അടിച്ച് കൊല്ലാനും ചാൻസുണ്ട്. അയാൾ നല്ല എന്താ വേണ്ടത്, നമ്മളെ കൊന്നില്ല. ഓക്കെ, നമുക്ക് ബ്ലാങ്ക് ആക്കി കൺവേർട്ട് ചെയ്തു. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു. ഇനി ഒരു സോഡ് ഉണ്ടാക്കണം, ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു ഷവൽ. ഇത്രയാണ്. ടൂൾസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഷവലിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു വഴിക്ക് പോകുമ്പോൾ ഇരിക്കട്ടെ എന്ന് വെച്ചിരിക്കുന്നു. ഇനി ഇതൊക്കെ ഇവിടെ ഇരിക്കുക, അറേഞ്ച് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് എറിഞ്ഞ് കളയുക. ഭാഗ്യമുള്ളവനത് കിട്ടും. ആൾക്കാർ കളി അറിയാണ്ട് വരുമ്പോൾ ഞാൻ ഈ പുഴ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എല്ലാവരും ഇവിടെ ഒരാൾ ബേസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവൻ്റെ ചെസ്റ്റിൽ നിന്ന് ആപ്പിൾ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ആളറിഞ്ഞിട്ട് വരില്ല. നമുക്കിത് ഇവിടെ കുറച്ച് കോട്ടണും കാര്യങ്ങളുണ്ട്. കോട്ടൺ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സീഡാണ് കേട്ടോ. അത് വെച്ചാൽ നമുക്ക് പറക്കാനൊക്കെ പറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ വേഗം എടുക്കാം. നമുക്കത് പ്ലാന്റ് ഫാമൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. പിന്നെ നമ്മളൊരു മോബ് സ്പോണറും കാര്യങ്ങളും കണ്ടുപിടിച്ചു. ഇത് സ്പോണിൻ്റെ അടുത്ത് തന്നെ സ്കെൽട്ടനാണ്. പച്ചാത്തന, എൻ്റെ പൊന്നെ, ഞാൻ ഓർത്തില്ല. അപ്പോൾ ചത്ത തീരുന്ന സീരീസ് ആണല്ലോ എന്ന്. ഓക്കെ, എന്തെങ്കിലും നമുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് മൈൻ ചെയ്തിട്ട് ആ ചെസ്റ്റ് എടുക്കാം. അതിൽ കുറേ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആവശ്യമാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ആവശ്യമാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വെക്കുമ്പോൾ അവർക്ക് അടിക്കാനും പറ്റില്ല. നമ്മളൊരു ഗ്യാപ്പിൽ എടുക്കും. എന്നിട്ട് കിട്ടുന്ന എല്ലാ സാധനം എടുത്ത് നമുക്ക് കയ്യിൽ എടുക്കാം. എന്തിനാ വെറുതെ എല്ലാം ഒന്നും വയ്ക്കണ്ട, ഒക്കെ എടുക്കാം. എന്നിട്ട് മുകളിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ എന്നിട്ട് മുകളിൽ പോയി മോബ് സ്പോണർ XP ഫാമൊക്കെ ഇല്ല, അത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തോന്നണേ. ഞാൻ കുറേ വീഡിയോയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടെ, ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് പോലില്ല. ഓക്കെ, ഇനി നമുക്കൊരു കേവാണ് ആവശ്യം മൈൻ ചെയ്യാൻ. അവിടെ കുറച്ച് കോട്ടൺ ഉണ്ട്. ആ കോട്ടണും കൂടി എടുത്ത് നമുക്ക് കേവ് കണ്ടുപിടിക്കാൻ പോകും. ഓക്കെ, നമുക്ക് കേവ് കണ്ടുപിടിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കുറേ നേരത്ത് അലച്ചതിന് ശേഷം നമ്മളൊരു കേവും കാര്യങ്ങളും കണ്ടുപിടിച്ചു. ഇവിടെ നേരെ നമ്മൾ താഴേക്കെടുത്ത് ചാടുന്നു. ഇവിടെ പിന്നെ അയണോറും ഗോൾഡ് ഓറൊന്നും ഈ വുഡൊക്കെ വെച്ച് സ്മെൽറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി കോൾ. അതുകൊണ്ട് കോൾ വളരെ യൂസ്ഫുള്ളാണ് ഇതിൽ. പിന്നെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫോൾ ഡാമേജും കാര്യങ്ങളില്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട. അത് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് ഇതിൽ. ഫോൾ ഡാമേജ് കാര്യങ്ങളില്ല. പിന്നെ നമ്മുടെ പേടിക്കാനുള്ളത് എനിമീസിനെയും മോബ്സിനെയാണ് പേടിക്കാൻ. വേറെ ഒരുത്തിനെയും പേടിക്കേണ്ട. ഫോൾ ഡാമേജ് ഇല്ല. കസ്റ്റം സെർവറാണെങ്കിൽ മാത്രമേ നമുക്കത് എനേബിൾ ചെയ്തുകൊണ്ടാകാൻ പറ്റൂ. സർവൈവലിൽ അതില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെയും കാണുന്ന കോളൊക്കെ എടുത്തുകൊണ്ട് പോകാം. കാരണം കോള് നേരത്തെ പറഞ്ഞില്ല, വളരെ യൂസ്ഫുള്ളാണ്. അത് അവിടെയും കുറച്ച് അയണും കാര്യങ്ങളും കിടക്കുന്നുണ്ട്. നമുക്ക് ആ അയണും എടുത്തുകൊണ്ട് പോകണം. ഈ കോളം കുറേ മൈൻഡ് ചെയ്യേണ്ട കുറേ ആവശ്യത്തിനധികം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഇങ്ങനെ അയണിൻ്റെ അടുത്ത് ടവർ മുകളിലേക്ക് വെച്ച് പോയിട്ട് നമുക്ക് അയണും കാര്യങ്ങളും എടുക്കാം.
ഓക്കെ. ഞാൻ കുറച്ച് മൈൻഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ കുറേ 25 അയണും 42 കോളും കാര്യങ്ങളും മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു സ്പേസും കാരണം ഉണ്ടാക്കാൻ വയ്ക്കാം, മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്രാഫ്റ്റിൻ്റെ വെച്ചു. ഇനി നമ്മളൊരു ഫർണസ് ഉണ്ടാക്കുന്നു, അതിവിടെയും വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ അയണും കാര്യങ്ങളും സ്മെൽറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കുന്നു. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ട് അയൺ വെച്ചിട്ട്. പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കുന്നു, ഒരു സ്വോർഡ് ഉണ്ടാക്കുന്നു, ഇനി ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കുന്നു, ഒരു ലെഗിൻസ് ഉണ്ടാക്കുന്നു. തീർന്നു, അയൺ തീർന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ആർമറൊക്കെ എടുത്തിടാം. എന്നിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. പഴയതൊക്കെ മുകളിൽ പോട്ടെ, പുതിയതൊക്കെ താഴേക്ക് വരട്ടെ. ഓക്കെ, ഇനി നമുക്കിതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ആ താഴെ കണ്ട ഗോൾഡും കാര്യങ്ങളും എടുക്കാൻ പോകാം. ഈ കണ്ട ഗോൾഡ് അത് നമുക്ക് എടുത്തിട്ട് വരാം. ഗോൾഡ് വെച്ച് നമുക്ക് ഗോൾഡ് ആർമറും ഗോൾഡ് ടൂൾസും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഡ്യൂറബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് സീനില്ല. ഓക്കെ, പിന്നെ അത് പച്ച ഇത് കണ്ട പച്ച ഓറോ XP ഓർബ്, ഇത് തിന്നാൽ നമുക്ക് XPയും കാര്യങ്ങളും കൂടും. ഇത് നമുക്ക് ഈ എന്തെങ്കിലും സ്മെൽറ്റ് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ ഓറുകളൊക്കെ മൈൻഡ് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ മോബ്സിന് കൊല്ലുമ്പോഴും കിട്ടും. ചിലപ്പോൾ പ്ലെയറിനെ കൊല്ലുമ്പോഴും വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. XP കൂട്ടാനാട്ടോ. ഇത് അവിടെ 2 സ്കെൽട്ടൻ അടി ഉണ്ടാക്കണണ്ട. അതൊരു മൈൻഡ് ചെയ്യണ്ട, നമുക്ക് പോവാം. ഓക്കെ, ഇത് അവിടെ ഗോൾഡ് കിടക്കുന്നുണ്ട്, അവിടെയും ഗോൾഡ് ഉണ്ട്, അവിടെ അയണുണ്ട്, എല്ലായിടത്തും സാധനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ എടുത്ത് ഓക്കെ ഗൈസ്, വെറുതെ ഗോൾഡൊക്കെ നോക്കി വന്നാൽ പക്ഷെ നമുക്ക് ഡയമണ്ടും കാര്യങ്ങളും കിട്ടി. ഇത്രയും നാൾ ഞാൻ കളിച്ചതിൽ വെച്ചിട്ട് ഇതുവരെ എനിക്ക് അങ്ങനെ കുറേ പെട്ടെന്നൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഡയമണ്ട്. എന്താണോ പെട്ടെന്നൊക്കെ ഡയമണ്ട് കാര്യങ്ങൾ കിട്ടി. ഇപ്പോൾ നമ്മൾ ആ ഡയമണ്ട് എടുക്കാൻ പോകില്ല, കാരണം നിറച്ച് മോംസാണ്. വെറുതെ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നിർത്തണമെന്ന് എനിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ അയണ് ഗോൾഡും കൂടെ എടുത്തിട്ട് നമുക്ക് ആ ഡയമണ്ട് എടുത്ത് മുകളിലേക്ക് പോവാം. ഇവിടെ ഒരു സ്കെൽട്ടൺ ഉള്ളൂ, മറ്റവരൊക്കെ തിരിച്ചു പോയി തോന്നുന്നുണ്ട്, ഡീസ്പോൺ ആയി തോന്നുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് ആ ഡയമണ്ടും കൂടി എടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് അയണുണ്ട്, ആ ബാക്കിയൊക്കെ മൈൻ ചെയ്യുമ്പോൾ അത് അടിച്ച് അയണ നോക്കി ഇവനൊക്കെ ഇങ്ങനെ അടിച്ച് കൊല്ലാനൊക്കെ പറ്റില്ല. എന്തൊക്കെ കൊള്ളാത്ത അയ്യോ, അത് സീന അത് കേവ് കോളമാണ്. കേവ് കോളം അവൻ്റെ കയ്യിലൊക്കെ പെട്ടാൽ 2 അടിക്ക് നമ്മൾ ചാവും. അമ്മാതിരി പവറവന് 2 അടി മതി. അനുഭവം കൊണ്ട് പറയണത് 2 അടിയിൽ ചാത്ത്. അയ്യോ എൻ്റെ പൊന്നി 47 കണ്ട. അവൻ്റെ ഒക്കെ ഒറ്റ അടിയിൽ നമ്മുടെ ഹെൽത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു അടി കൂടി കിട്ടിയെങ്കിൽ തീർന്നേനെ. ചിലപ്പോൾ ഒരു 3 അടി കൂടി കിട്ടിയാൽ തീർന്ന്. 2 അടി കൂടി എക്സ്ട്രാ കിട്ടിയാൽ തീർന്ന്, അവിടെ തീർന്നേനെ. ഇല്ല എന്തെങ്കിലും ആട്ടെ, നമുക്ക് അവിടെ ഇത് അയണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാം, ചാടി പോവാം. ഓക്കെ, നമുക്ക് ഈ അയണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണാൻ കഴിയും, അല്ലെങ്കിൽ ബോറടിപ്പിക്കും നിങ്ങൾ, കുറേ ലാഗാവും. ഓക്കെ, അയ്യോ ചത്ത് അയ്യോ ചത്ത് എൻ്റെ പൊന്നി കൊല്ലയുടെ പോടാ അവിടെ നിന്ന് മനുഷ്യനെ കൊല്ലാനായിട്ട് വന്നേക്കും. ഓക്കെ, നമ്മൾ തിരിച്ച് മുകളിലേക്ക് എത്തിയേക്കാണ്. ഇതാണ് ശരിക്കുള്ള ലോബി സ്പോണും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. നേരത്തെ കണ്ടത് സാധാ സ്പോണാണ്. അപ്പോൾ നമുക്ക് 10 ഡയമണ്ടും 22 അയണും 19 ഗോൾഡും 8 മൂൺ സ്റ്റോൺ എന്ന് പറയുന്നത് ഇതിൽ മാത്രം കണ്ടുവരുന്നൊരു ഓർബാണ്. അത് വെച്ച് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. പേളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ മൂൺ സ്റ്റോൺ വേണം. പിന്നെ ഈ ഗോളമൈ ഇതൊക്കെ കണ്ട, അതൊക്കെ നമുക്ക് ഞാനൊരു കേവ് ഗോളത്തിനെ കൊന്നു. മറ്റേ 3 ബ്ലോക്കാണ്, കുറച്ച് ബ്ലോക്ക് മുകളിലേക്ക് ഒന്ന് മണ്ടയ്ക്ക് അടിച്ചടിച്ച് കൊന്നു. പിന്നെ ഇത്ര സാധനങ്ങളൊക്കെ കിട്ടി, 20 ഗോള് കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളത്ത സാധനങ്ങളൊക്കെ നമ്മുടെ മുകളിലേക്ക് കയറ്റി വയ്ക്കാം. താഴെ ആവശ്യമുള്ളത് മതി, വല്ല എമർജൻസി കേസസ് വരുമ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ, ഞാൻ മൈൻഡ് ചെയ്യുന്ന സമയത്ത് തലയ്ക്ക് മുകളിലൊരു നെയിം ടാഗും കാര്യങ്ങളും കണ്ടു. ഞാൻ പിന്നെ അത് ഒന്നും നോക്കിയില്ല, ഞാൻ അപ്പം തന്നെ DP അടിച്ചു വന്നു. പിന്നെ അത് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അപ്പം തന്നെ DP അടിച്ചു. ഇത് നേരെ സ്പോണിലേക്ക് DP അടിച്ചു വന്നു. ഓക്കെ, ഇനി നമുക്ക് പുറത്തേക്ക് വരുന്ന ഒരു ബേസും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. ഇത് ഈ തണ്ണിമത്തനൊക്കെ എടുത്തുകൊണ്ട് പോകാം. ഒരു വഴിക്ക് പോകുമ്പോൾ എല്ലാം എടുത്തുകൊണ്ട് പോകണമല്ലോ. ഈ തണ്ണിമത്തനൊക്കെ എടുത്ത് നമുക്ക് പോകാം. ഇത് വെച്ച് നമുക്ക് പോഷനും കാര്യം ഉണ്ടാക്കാൻ പറ്റും, ജമ്പ് പോഷനൊക്കെ. അതായത് ഇപ്പോൾ ഈ തണ്ണിമത്തം വെച്ചാൽ നമുക്ക് മറ്റേ നല്ല ഹൈ ജമ്പൊക്കെ ചാടാൻ പറ്റും, നല്ല ഹൈറ്റിലൊക്കെ ചാടാനൊക്കെ പറ്റും. ഇപ്പം വെറും തണ്ണിമത്തം വെച്ചാൽ ഇത്. പിന്നെ അവിടെ കുറേ കോട്ടൺ ഉണ്ട്. പിന്നെ ഈ ഇങ്ങനെയൊക്കെ വെക്കണത് ഓരോ പ്ലേയേഴ്സ് ആയിരിക്കുള്ളൂ ഇങ്ങനെ വെക്കണത്.
അത് സർവർ തന്നെ അത് ക്ലീൻ ചെയ്ത് എടുത്തോളും. കാരണം ഇതിൻ്റെ സ്പോൺ റേഡിയസ് ഉണ്ട്. സ്പോൺ റേഡിയസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്താലും സർവർ തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് റീസെറ്റ് ആയിക്കോളും. ആ ഒരു സ്പോൺ റേഡിയസിനുള്ളിൽ, ആ റേഡിയസിന് പുറത്ത് ആൾക്കാർ ബേസ് പണി നശിപ്പിച്ചിടുകയൊക്കെ ചെയ്തേ. അതേപോലെ എത്ര പെട്ടെന്ന് കിട്ടിയത് കണ്ട. പക്ഷേ ഇവർമാരൊക്കെ കിട്ടില്ല, റിച്ചായിരിക്കും കണ്ട. അവന്മാരൊക്കെ ഡയമണ്ട് ബ്ലോക്ക് വെച്ച സ്റ്റെപ്പ് ഉണ്ടാക്കണേ, അതൊക്കെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് അവന്മാർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഓണറിന് മാത്രം. അതാണ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ബ്ലോക്ക്. അത് വെച്ചാൽ ഇപ്പം ഞാൻ വയ്ക്കുകയാണെങ്കിൽ അത് ആ ചങ്ക് മൊത്തം എൻ്റെ ആയിരിക്കും. പിന്നെ ആർക്കും ആ ചങ്ക് യൂസ് ചെയ്യാനേ പറ്റില്ല. നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ വന്ന സ്പോണുണ്ട്, അവിടേക്ക് നമ്മൾ തിരിച്ചു വന്നേക്കാണ്. കാരണം ഇനി അവിടെ നിന്ന് നമ്മൾ പോകാൻ നിൽക്കുകയാണെങ്കിൽ ഫുള്ള് അവന്മാർ നശിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പിടിക്കാൻ തന്നെ വന്നത്. ഓക്കെ, നമ്മിനി മുകളിലേക്ക് ചാടി പോവാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സൈഡിൽ കൂടെ പോയ ബേസും കാര്യങ്ങൾ കിട്ടേണ്ടതാണ്, നല്ല സ്ഥലം കാര്യങ്ങൾ കിട്ടേണ്ടതാണ്. ഓക്കെ, പിന്നെ ഈ ബണ്ണി ഹോപ്പ് എന്ന് പറയുന്ന സാധനം കണ്ടോ, അതെന്ന് വെച്ചാൽ നമുക്ക് അതിന് 3 ലെവലും കാര്യങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, 1 2 3 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് സ്പീഡിൽ ചാടി ഒരു സ്പീഡ് ബൂസ്റ്റ് പോലെ വേണമെങ്കിൽ കുറച്ച് ഹൈറ്റിൽ ചാടാൻ, അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ ഫ്രണ്ടിലേക്ക് പോകാനൊക്കെ പറ്റും. അതാണ് ബണ്ണി ഹോപ്പിൻ്റെ ഉപയോഗം. ശരിക്കും അതെന്തോ ഭാഗത്തിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കറക്റ്റ് 2 3 ലെവലും കാണിച്ചത്. 3 വരെയാണ് മാക്സിമം ലെവൽ. എന്തോ ഭാഗത്തിനാണ് അതൊക്കെ കാണിച്ചു തന്നത്. അതിന് ഞാൻ ചെയ്യുമ്പോൾ ഒന്നും വരാറില്ല. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കിപ്പോൾ വന്നതാണ്. വേറെ പ്ലേയേഴ്സൊക്കെ പെട്ടെന്ന് ആ സാധനങ്ങളൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്, ബണ്ണി ഹോപ്പും കാര്യങ്ങളൊക്കെ. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഈ മൗണ്ടൈൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറി ബേസും കാര്യങ്ങളും വയ്ക്കാം ഗൈസ്. ഒരു വ്യൂ മൊത്തം കിട്ടുമല്ലോ, നമ്മൾ ഏറ്റവും മുകളിലിരിക്കും. ഓക്കെ, നമ്മൾ ഏറ്റവും മുകളിലെത്തി. വേണമെങ്കിൽ മൊത്തം സ്നോ കവേർഡാണ്, മുകളിൽ ഏറ്റവും ടോപ്പ് ചെയ്തുകൊണ്ട്. അപ്പോഴാണ് മനസ്സിലാവണം ഇവിടെ ഒരു താഴ്വരയുണ്ട്, ചുറ്റിന് മലകൾ, അതിൻ്റെ നടുക്കായിട്ടൊരു താഴ്വര പോലത്തെ ഒരു സംഭവം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അവിടെ ഇരിക്കും നമ്മൾ ബേസും കാര്യങ്ങളും. കാരണം ഇതിനു മുമ്പ് ഞാൻ ഏതൊരു സർവർ കയറിയപ്പോൾ ഇതേപോലെ ഇവിടെ ഒരു ബേസ് ഒരാൾ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു. ഞാൻ അതിന് തൊട്ടതിൻ്റെ അപ്പുറത്ത് കുറച്ച് ദൂരം വേറെ വെച്ചിട്ടുണ്ട്, എൻ്റെ ബേസ് ആയിരുന്നു. ഇവിടെ വേറെ ഒരു പ്ലെയറിൻ്റെ ആയിരുന്നു, അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ബേസ് പണിയാനായിട്ട് തീരുമാനിക്കുന്നു. ഓക്കെ, ഫോൾ ഡാമേജ് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ ചാടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വരുള്ളൂ. നമ്മളിവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണം, നമ്മൾ എന്നിട്ട് ഒരു ആർട്ടിഷ്യൻ ടേബിൾ വെക്കണം. അതിലാണെന്ന് തോന്നുന്നു പ്രൊട്ടക്ടർ ഉണ്ടാക്കാൻ പറ്റണത്. നമുക്കത് ഉണ്ടാക്കുന്നു. അല്ല, ഇതിലില്ല കണ്ടോ, ഇപ്പോൾ ഇതിലേ ഇരിക്കുള്ളൂ. അതായത് ഇത് പ്രൊട്ടക്ടർ ആർട്ടിഷ്യൻ ടേബിൾ എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് കണ്ട. അപ്പോൾ പ്രൊട്ടക്ടർ വെച്ചുകൊണ്ട് അതർ പ്ലേയേഴ്സ് ക്യാനോട്ട് ബിൽഡ് ഹിയർ. നമ്മളാ ചങ്കിൻ്റെ ഓണർ വേറൊരു പ്ലെയറിന് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ പെർമിഷൻ കൊടുക്കണം അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. അങ്ങനെയാണ് കേസ്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് നീക്കി വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് മര്യാദയ്ക്ക് ലോഡായി വരുന്നില്ല, അതാണ് പ്രശ്നം. മര്യാദയ്ക്ക് ഏതാ ബോർഡർ എവിടെയാണെന്ന് മനസ്സിലാവണില്ല. വേണ്ട, അപ്പോൾ ഇതാണ് എൻ്റർ ചെയ്ത് നമ്മൾ എക്സിറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ബോർഡർ. അതിനെ നമ്മിനി 4 സൈഡും കണ്ടുപിടിക്കാൻ പോകാം. അപ്പോൾ അതിൽ ഒരു സൈഡ് കണ്ടുപിടിച്ച് ഇനി ബാക്കി 3 സൈഡ് നമ്മിനി കണ്ടുപിടിക്കാൻ പോവാണ് കൃഷ്ണൻ. ഇനി നമുക്ക് നേരെ പോവാം. നമ്മൾ പതുക്കെയായിട്ട് ഇവിടെ നിന്ന് പോകണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ നമുക്ക് കുറച്ച് നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇത് ചിലപ്പോൾ നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എക്സിറ്റ് പറയാം. അപ്പോൾ നമ്മൾ ശരിക്കും അത്ര ഉണ്ടാവും, ശരിക്കും അത്ര ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇത്ര പതുക്കെ പോകണം. ഓക്കെ, പതുക്കെ ചാടി പോവാം. അതേ കണ്ട എക്സിറ്റായി, അപ്പോൾ എൻ്ററായി, എക്സിറ്റാണ്, എൻ്റർ ചെയ്തു, എക്സിറ്റ്. അപ്പോൾ ഇത് കണ്ട, ഇതാണ് അപ്പോൾ നമ്മുടെ അടുത്ത ബോർഡർ. കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. നമ്മളിനി താഴേക്ക് ഇറങ്ങി പോവാണ്. ഇനി നമുക്ക് ആ സൈഡിലേക്ക് പോവാം. ഇവിടെ ചെല്ലുമ്പോൾ കണ്ട ഇവിടെ എക്സിറ്റായി. അപ്പോൾ അത് ഇവിടെ എൻ്ററായി, അത് എക്സിറ്റ് എൻ്റർ ആയില്ല.
അപ്പോൾ ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ ഇവിടെ ബ്ലോക്ക് ചെയ്തു. ഇനി അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് വയ്യ. ഇനി ഇപ്പുറത്ത് പോയിട്ട് വെളിയിൽ എടുക്കാം. അത് കണ്ട എക്സിറ്റ് ആയി. ഇനി നമുക്ക് പുറയിലേക്ക് ഇറങ്ങിയിട്ട് നോക്കാം. എൻ്ററായി, ഇനി എക്സിറ്റ് എൻ്റർ. അപ്പോൾ ഇതന്നെ കുറച്ച് ഹൈറ്റിൽ പണിയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചങ്കിൻ്റെ ബോർഡറും കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പണിയിലും ബിൽഡ് ചെയ്യാം. ബോർഡർ പണിഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടാനാണ്. ബേസ് പണിയുമ്പോൾ കറക്റ്റ് ചങ്കിൻ്റെ ഉള്ളിലില്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചങ്ക് എന്ന് പറയുന്നത്. അവിടെ പിന്നെ ഇത് ഷേപ്പും കാര്യങ്ങളൊക്കെ സ്പോണായിട്ട് ഇതേ. ഓക്കെ, നമുക്ക് ഒരു ചെസ്റ്റും കാര്യം ഉണ്ടാക്കിയിട്ട് കിട്ടിയ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ലൂട്ട് ചെയ്ത് വെക്കാം, അല്ല സോർട്ട് ചെയ്ത് വെക്കാം. എങ്ങനെ ഇരിക്കാം, കഷ്ടമുണ്ട്. ഞാൻ വിചാരിച്ച പുതിയ ചെസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രൊട്ടക്റ്റർ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. വെറുതെ എൻ്റെ ഡയമണ്ട് കളയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇതവിടെ വെച്ചാൽ എൻ്റെ 10 ഡയമണ്ടും പോയി, 2 ഡയമണ്ടും പോയി. പക്ഷേ എന്തെങ്കിലും കേട്ടോ, നമുക്ക് ഇതൊക്കെ എടുത്തിന് വയ്ക്കാം. ഇനി ആവശ്യം വരുമല്ലോ, ആവശ്യം വരാതിരിക്കൊന്നുമില്ലല്ലോ. നമുക്കിതൊക്കെ എടുത്ത് ഇവിടെ വയ്ക്കാം. ഓക്കെ, അവൈലബിൾ ആയിട്ട് ആ ബോട്ടിലെന്ന് പറയുന്നത് നമുക്ക് XP കൂട്ടാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കോട്ടണൊക്കെ താഴേക്ക് വയ്ക്കാം. കോട്ടണും ആപ്പിളും ബോൺമീലും ബോൾ ഓഫ് റൈസും ലെതറും എന്താ സാധനം എന്ന് പറഞ്ഞൂടാ, പിന്നെ കോട്ടൺ സീഡും പിന്നെ ആ ചെയ്യോസ് പോർഷൻ അത് നമുക്ക് മറ്റേ മോപ്പ് സ്പോണറിൻ്റെ അവിടെയുള്ള ചെസ്റ്റ് നാട്ട് കിട്ടിയ. നമുക്ക് അടുത്തൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ സൈഡിൽ വയ്ക്കുക. ഇനി ബാക്കിയുള്ള സാധനം അല്ലറ ചില്ലറ സാധനമൊക്കെ അങ്ങനെ നിരത്തി പിടിച്ച് വയ്ക്കുക. ഇനി അറേഞ്ച്മെൻ്റ് ഇല്ല, അതൊക്കെ ഇനി ബേസ് പണിയുമ്പോൾ കറക്റ്റായിട്ട് ബോർഡൊക്കെ വെച്ച് നമുക്ക് സെറ്റാക്കാം. പിന്നെ തോന്നില്ല. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള മാത്രം നമ്മുടെ കയ്യിലെടുത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ചെസ്റ്റ് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഫർണസ് എടുക്കാം, എന്നിട്ട് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ചെസ്റ്റിലുള്ള അയണും കാര്യങ്ങളും എടുക്കാം. അയണും കോളും എടുത്തിട്ട് നമുക്ക് അതൊക്കെ സ്മെൽറ്റ് ചെയ്തിട്ട് ഫുൾ അയൺ ആർമർ കാര്യങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഹെൽമെറ്റ്, ഒരു ബൂട്ട്, ഒരു ഗോൺലെറ്റ് കയ്യിലിടുന്ന സാധനം കേട്ടോ. ഓക്കെ, ഇനി നമ്മളതൊക്കെ എടുത്ത് തിരിച്ച് വയ്ക്കുന്നു. പിന്നെ നമുക്ക് ആ XP ഓർബ് കിട്ടി, എന്നാൽ നമുക്ക് പിന്നെയും നിന്നു XP കൂടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്, അയൺ ആർമറിൻ്റെ ലുക്ക്. പിന്നെ ഇവിടെ ഒരു മൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പാർട്ട് 2 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേസും കാര്യങ്ങളും ബിൽഡ് ചെയ്യാനായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്.